ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ന്യൂ എഡിഷൻ ആയിട്ടുള്ള സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ നെയിം മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ്. ഇതുകൂടാതെ ഈ ടെക്സ്റ്റിൽ ഇനി 4 ചാപ്റ്റേഴ്സും കൂടെ പഠിക്കാനുണ്ട്. ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്, ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. അപ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. മൂവിങ് ഫോർവേഡ് ഫ്രം ദി സ്റ്റോൺ ഏജ്. ഈ മുകളിലൊരു ബോക്സിൽ കിടക്കുന്നത് നമുക്ക് ആദ്യം വായിക്കാം. വി സോ അവർ ലാസ്റ്റ് ലെറ്റർ ദാറ്റ് ദ ചീഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് ദി അതർ അനിമൽസ് വാസ് ദി ഇൻ്റലിജൻസ് ഓഫ് മാൻ. അതിനകത്ത് പറയുന്നത് മനുഷ്യനും അതർ അനിമൽസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് തന്നെയാണ്. ദിസ് ഇൻ്റലിജൻസ് മെയ്ഡ് ഹിം ക്ലവർ ആൻഡ് എ സ്ട്രോങ് ദാൻ എനോർമസ് വൈൽഡ് അനിമൽസ്. ഈ ഇൻ്റലിജൻസ് ആണ് മനുഷ്യനെ വളരെ ബുദ്ധിമാനും അതുപോലെ തന്നെ സ്ട്രോങ്ങറുമാക്കി തീർത്തത്. എന്തിൽ നിന്നും? വൈൽഡ് അനിമൽസിൽ നിന്നും ഭിന്നമായി. ഹൂ വുഡ് അതർവൈസ് ഹാവ് ഡെസ്ട്രോയിഡ് ഹൂം? അല്ലെങ്കിൽ ഈ വൈൽഡ് അനിമൽസ് ഈ മനുഷ്യനെ നശിപ്പിച്ചേനെ. The primitive humans had no special weapons to fight these enemies. പ്രിമിറ്റീവ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതരായിട്ടുള്ള എന്ന് വെച്ചാൽ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ. അപരിഷ്കൃതർ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും ഒന്നും അറിയാത്ത പുരാതന കാലത്ത് നിന്ന് ആദിമ മനുഷ്യർ. ഹാഡ് നോ സ്പെഷ്യൽ വെപ്പൺ ടു ഫൈറ്റ് ഹിസ് എനിമീസ്. ശത്രുക്കളുടെ നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് പ്രത്യേക വെപ്പൺസ് ഒന്നും ഇല്ലായിരുന്നു. ഹി കുഡ് ഓൺലി ത്രൂ സ്റ്റോൺ അറ്റ് ദം. അവൻ എന്ത് ചെയ്തിരുന്നു? അവൻ സ്റ്റോൺ എടുത്ത്, അവരെ ഉപദ്രവിക്കാൻ വരുമ്പോൾ സ്റ്റോൺ എടുത്തായിരുന്നു അവർക്ക് നേരെ എറിഞ്ഞിരുന്നത്, അതൊരു വൈൽഡ് അനിമൽസിന് നേരെ. ദെൻ ഹി ബിഗാൻ ടു മേക്ക് ഔട്ട് ഓഫ് സ്റ്റോൺ ആക്സസ്. പിന്നീട് അവൻ എന്ത് ചിന്തിച്ചു? അതാണ് മനുഷ്യർക്ക് ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയുന്നത്. ചിന്തിച്ചു എന്താ? ഈ സ്റ്റോണിൽ നിന്നും ആക്സസ്, കോടാലി ഉണ്ടാക്കാനും, സ്പിയേഴ്സ്, കുന്തമുണ്ടാക്കാനും, ആൻഡ് മെനി അതർ തിങ്സ്, അങ്ങനെ ധാരാളം സാധനങ്ങൾ, ഇൻക്ലൂഡിങ് ഫൈൻ സ്റ്റോൺ നീഡിൽസ്, സ്റ്റോൺ കൊണ്ടുള്ള നീഡിൽസ്. വി സാ മെനി ഓഫ് ദീ സ്റ്റോൺ വെപ്പൺസ് ഇൻ സൗത്ത് കെൻസിങ്ടൺ. ലണ്ടനിലുള്ള കെൻസിങ്ടൺ മ്യൂസിയത്തിൽ ഈ സ്റ്റോൺ വെപ്പൺസ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ ഇൻ ദ മ്യൂസിയം ഇൻ ജനീവ. ജനീവയിലുള്ള മ്യൂസിയത്തിലും നമുക്കിത് ധാരാളം കാണാൻ സാധിക്കും ഈ ആദിമ കാല മനുഷ്യർ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ വെപ്പൺസ്. ദിസ് എക്സ്കർട്ട് ഈസ് ടേക്കൺ ഫ്രം ജവഹർലാൽ നെഹ്റൂസ് ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡാറ്റർ. ദിസ് ലെറ്റർ റെഫേഴ്സ് ടു ദ ലൈഫ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. ലെറ്റേഴ്സ് ഫ്രം എ ഫാദേഴ്സ് ടു ഹിസ് ഡോട്ടർ. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വർക്കിൻ്റെ പേരാണ്. ഒരു ലെറ്റർ രൂപമാണ്. ലെറ്റർ അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്ത് മകൾക്ക് എഴുതിയ ലെറ്റർ പിന്നീട് അതൊരു ടെക്സ്റ്റിൻ്റെ രൂപത്തിലാക്കിയതാണ്. ദിസ് ലെറ്റേഴ്സ് റെഫേഴ്സ് ടു ദ ലൈഫ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. ഈ ലെറ്റർ റെഫർ ചെയ്യുന്നത് പ്രിമിറ്റീവ് ഹ്യൂമൻസ് മനുഷ്യരുടെ ലൈഫിനെ പറ്റിയിട്ടാണ് ഈ ലെറ്റർ പറയുന്നത്. വാട്ട് ഡസ് ഹി സേ അബൌട്ട് ദ കൈൻഡ് ഓഫ് ടൂൾസ് ദാറ്റ് വെർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു പ്രൊട്ടക്റ്റ് ദംസെൽസ് ഫ്രം വൈൽഡ് അനിമൽസ്. അദ്ദേഹം ഇതിനകത്ത് പറയുന്നത് കൈൻഡ് ഓഫ് ടൂൾസ്, പലതരത്തിലുള്ള ടൂൾസ്, ദാറ്റ് വെർ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്, മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത്, ടു പ്രൊട്ടക്റ്റ് ദംസെൽസ് ഫ്രം വൈൽഡ് അനിമൽസ്, വൈൽഡ് അനിമൽസിൽ നിന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അത് പൂരിപ്പിക്കാനുള്ളതുണ്ട്, അത് പൂരിപ്പിക്കാം. ഇതിനകത്ത് പറയുന്നത്, ഈ ലെറ്ററിനകത്ത് പറയുന്ന ഏതൊക്കെ വെപ്പൺസിനെ പറ്റിയാണ് പറയുന്നത്? സ്റ്റോൺ ആക്സിനെ പറ്റി പറയുന്നുണ്ട്, സ്പിയേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫൈൻ സ്റ്റോൺ നീഡിൽസിനെ പറ്റി പറയുന്നുണ്ട്. വാട്ട് കുഡ് ബി ദ പർപ്പസ് ഫോർ വിച്ച് ഹ്യൂമൻസ് ഇൻ ദാറ്റ് പീരീഡ് യൂസ്ഡ് സച്ച് ടൂൾസ്. ആ സമയത്ത് ഹ്യൂമൻസ് സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ പർപ്പസ്, ആവശ്യം എന്തൊക്കെയായിരുന്നു? ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽസ് ഫ്രം അനിമൽസ്, നമ്മളെ തന്നെ സംരക്ഷിക്കാൻ, അനിമൽസിൽ നിന്ന് സംരക്ഷിക്കാൻ. പിന്നെ ഹണ്ടിങ്ങിന് ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഒരെണ്ണം പൂരിപ്പിക്കാനുണ്ട്, അത് എഴുതേണ്ടത് ഫോർ മേക്കിംഗ് ഫയർ. ദി ടൂൾസ് ഡെവലപ്ഡ് ഫോർ ദ എബോ മെൻഷൻഡ് പർപ്പസ് വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ ഇൻ ദി ബിഗിനിങ്. ലേറ്റർ സ്റ്റോൺ വാസ് റീപ്ലേസ്ഡ് ബൈ മെറ്റൽസ്. ആദ്യ സമയത്ത് നിങ്ങൾ 8th ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. പാലിയോലിത്തിക്ക്, നിയോലിത്തിക്ക്, മീസോലിത്തിക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഈ സ്റ്റോൺ അവർ എന്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനായിരുന്നു?
ഈ ബിഗിനിങ്ങിൽ മാത്രമായിരുന്നു, അതായത് പാലിയോലിത്തിക് മീസോലിത്തിക് പീരീഡിൽ നിയോലിത്തിക് പീരീഡിൻ്റെ ആദ്യമൊക്കെ ഒരു സ്റ്റോൺ ഉപയോഗിച്ചിരുന്നു. പിന്നീട് അത് മാറിയിട്ട് മെറ്റൽ ഏജ് വന്നു, ബ്രോൺസ് ഏജും അയൺ ഏജും വന്ന് മെറ്റൽ ഉപയോഗിക്കാൻ തുടങ്ങി. ആർക്കിയോളജിസ്റ്റ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻറ്റു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദ ബേസിസ് ഓഫ് ദി മെറ്റൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ്. ഈ പാലിയോലിത്തിക് ഏജിനെയും മിസോലിത്തിക് ഏജിനെയും നിയോലിത്തിക് ഏജിനെയും അതുപോലെ തന്നെ ബ്രോൺസ് ഏജിനെയും അയൺ ഏജിനെയും ഇതൊക്കെ ആർക്കിയോളജിസ്റ്റ് എങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ടൂൾസ് ദേ യൂസ്ഡ്. അവരുപയോഗിച്ചിരുന്ന ടൂൾസിൻ്റെ ബേസിസിലായിരുന്നു ആ ഒരു സമയത്തെ ഹിസ്റ്ററിയെ ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സ്റ്റോൺ ഏജും മെറ്റൽ ഏജും. സ്റ്റോൺ ഏജ് അതൊക്കെയാണ് പാലിയോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. പാലിയോ എന്ന് പറഞ്ഞാൽ അതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ വർഷം. ലിത്തിക് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ അതേ യൂസ്ഡ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ കാലഘട്ടത്തെ അവർ ഡിവൈഡ് ചെയ്തിരുന്നത്. മിസോലിത്തിക്ക് മിഡിൽ, ലിത്തിക്ക് സ്റ്റോണ്, നിയോലിത്തിക്ക് ന്യൂ എന്ന് പറഞ്ഞാൽ ന്യൂ, ലിത്തിക്ക് സ്റ്റോണ്. അതുപോലെ മെറ്റൽ ഏജ് പിന്നീട് ഒരു ബ്രോൺസ് കണ്ടുപിടിക്കുന്നു, പിന്നെ അയൺ കണ്ടുപിടിക്കുന്നു, അങ്ങനെ ബ്രോൺസ് ഏജ്, അയൺ ഏജ്. ഈ ബോക്സിൽ കിടക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോൺ ഏജിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു, പാലിയോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. മെറ്റൽ ഏജിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ബ്രോൺസ് ഏജ്, അയൺ ഏജ്. എക്സാമിന് ചോദിക്കും, പഠിച്ചു വെച്ചോണം. ഇനി അടുത്തത് സ്റ്റോൺ ഏജ്. ഹാവ് യു എവർ തോട്ട് വൈ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വാസ് കാൾഡ് ദ സ്റ്റോൺ ഏജ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഫസ്റ്റ് ഫേസിനെ എന്തുകൊണ്ട് സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നു? ഹ്യൂമൻസ് യൂസ്ഡ് സ്റ്റോൺ ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അങ്ങനെ വിളിക്കാൻ കാരണം ഹ്യൂമൻസ് സ്റ്റോൺ കൊണ്ടായിരുന്നു എന്ത് ഉണ്ടാക്കിയിരുന്നത്? ടൂൾസും അതുതന്നെ വെപ്പൺസും, ആയുധങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നത് സ്റ്റോൺ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫസ്റ്റ് ഫേസിനെ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത്. സോ ഹിസ്റ്റോറിയൻസ് ഡിസ്ക്രൈബ്ഡ് ദിസ് ഫേസ് ആസ് സ്റ്റോൺ ഏജ്. അങ്ങനെ ചരിത്രകാരന്മാർ ഈ ഒരു ഫേസിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തു? സ്റ്റോൺ ഏജ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തു. ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റോൺ ടൂൾസ് ദേ യൂസ്ഡ്. Based on the method used to make some tools, the stone age is divided into 3. അതായത് അവർ ഉപയോഗിച്ചിരുന്ന മെത്തേഡ്, ഓൺ ദ ബേസിസ് ഓഫ് മെത്തേഡ്, അതിൻ്റെ സ്റ്റോണിൻ്റെ ഷേപ്പാവാം, അത് ഉണ്ടാക്കുന്ന രീതിയാവാം, അങ്ങനെ പലതരത്തിലുള്ള ക്രൈറ്റീരിയ കൊണ്ട് സ്റ്റോൺ ഏജിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 3ആയിട്ട്. പാലിയോലിത്തിക്, മിസോലിത്തിക് ആൻഡ് നിയോലിത്തിക് ഓൺ ദ ബേസിസ് ഓഫ് the shape of stone tools or the method used to make stone tools. First Paleolithic age. Stone age first Paleolithic age. First Paleolithic age. The characteristic features of the Paleolithic age is the use of rough, അതായത് unpolished stone tools. പ്രധാനപ്പെട്ട സവിശേഷത, പാലിയോലിത്തിക് ഏജിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? ഈസ് ദ യൂസ് ഓഫ് റഫ് സ്റ്റോൺ ടൂൾസ്. പാലിയോലിത്തിക് ഏജ് എന്ന് എക്സാമിന് ചോദിക്കുമെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പാലിയോലിത്തിക് ഏജ് എന്നോ റൈറ്റ് എ ഫ്യൂച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ് എന്നോ, അങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അല്ലെങ്കിൽ സേലിയൻ ഫ്യൂച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ് എന്നോ, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി പാലിയോലിത്തിക് ഏജ് ഈസ് ദ യൂസ് ഓഫ് റഫ് സ്റ്റോൺ ടൂൾസ്. അതായത് അൺപോളിഷ്ഡ്, പോളിഷ് ചെയ്യാത്ത പരുക്കനായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയത് ശില ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ദ ടേം പാലിയോലിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ്. പാലിയോലിത്തിക് എന്ന് പറയുന്ന വാക്ക് 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. പാലിയോസ് എന്ന് വെച്ചാൽ ഓൾഡ് ആൻഡ് ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ, ഓൾഡ് സ്റ്റോൺ ഏജ്. അപ്പോൾ പാലിയോലിത്തിക് ഏജിൻ്റെ മറ്റൊരു പേരാണ് ഓൾഡ് സ്റ്റോൺ ഏജ്. ദ മേക്കിംഗ് ഓഫ് ടൂൾസ് ഈസ് റിലേറ്റഡ് ടു ദി മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. അവർ സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചിരുന്നത് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയായിരുന്നു. റിലേറ്റഡ് ടു ദ മീൻസ് ഓഫ്, അപ്പോൾ അവർ ഏത് ഉപജീവനം നടത്തിയാണോ അവർ ജീവിച്ചിരുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു അവരുടെ ടൂൾസ് ഉള്ളത്. നായാട്ടായിരുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റോൺ ടൂൾസ്, അതുപോലെ
ഫിഷിംഗ് ആണെങ്കിൽ, ഫിഷ് ഹണ്ടിങ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റോൺ ടൂൾസ്, അങ്ങനെ അവരുടെ ഉപജീവനത്തിനനുസരിച്ചുള്ള സ്റ്റോൺ ടൂൾസ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ആർക്കിയോളജിസ്റ്റ് പോയിൻ്റ് ഔട്ട് ദാറ്റ് ദർ വെയർ 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് സ്റ്റോൺസ്. 3 സ്റ്റേജസ് ആണ് ഉണ്ടായിരുന്നത്. ദേ ആർ ഗിവൺ ബിലോ. യൂട്ടിലൈസേഷൻ, ദ മെത്തേഡ് ഓഫ് ഫസ്റ്റ് യൂട്ടിലൈസേഷൻ, ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺ വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. ആ സമയത്ത് അവർ യൂസ് ചെയ്തിരുന്നത് അന്ന് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആയിരുന്നു, വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. പോളിഷ് ചെയ്യാതെയോ ഷേപ്പിൽ കൂർപ്പിക്കാതെയോ അങ്ങനെ ഒരു ഷേപ്പിൽ ഒരു വ്യത്യാസവും വരുത്താതെ കിട്ടുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിൽ അവർ ഉപയോഗിച്ചിരുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ ഫാഷനിങ്, അവർ ആ സമയത്ത് ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺ ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. അവരുടെ ആ സമയത്തെ നീഡ് അനുസരിച്ച്, അത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫിഷിങ്ങിനാണെങ്കിൽ ആ ഒരു നീഡ് അനുസരിച്ച്, അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടാനാണെങ്കിൽ ആ ഒരു ആവശ്യമനുസരിച്ച് ആ കിട്ടിയ സ്റ്റോണിനെ അവർ അതിൻ്റെ ഷേപ്പ് മാറ്റിയിരുന്നു. ഇനി സ്റ്റാൻഡർഡൈസേഷൻ, ആ മൂന്നാമത്തെ സ്റ്റേജിലായപ്പോൾ ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ്. ഓരോ സ്പെസിഫിക് ടൂൾസ് അവർ മാറ്റി വെച്ചിരുന്നു, ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിരുന്നു.